ബിജെപി ജനപ്രതിനിധികൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് ബിജെപി ജനപ്രതിനിധികൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന വ്യാപകമായി നടന്ന ധർണയുടെ ഭാഗമായാണ് കാസർഗോട്ടും ബിജെപി ജനപ്രതിനിധികൾ ധർണ നടത്തിയത്. ബിജെപി ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಎಂ.ಎಲ್. ಅಶ್ವಿನಿ ಧರ್ನಾ ಸಮರಂ ಉದ್ಘಾಟനം ചെയ്തു. ನಮ್ಮ ಪ್ರಧಾನಮಂತ್ರಿಯವರ ಕನಸಾಗಿರುವಂತಹ ಆವಾಸ್ ಯೋಜನೆ, ಯಾವುದೇ ಒಂದು ಸಾಮಾನ್ಯವಾದಂತಹ ಜನರು ಕೂಡ ಮನೆ ಇಲ್ಲದೆ ಇರಬಾರದು ಅಂತ ಹೇಳುವಂತಹ ಒಂದು ಯೋಚನೆಯನ್ನು ಮಾಡಿಕೊಂಡು ಪ್ರಧಾನಮಂತ್ರಿ ಆವಾಸ್ ಯೋಜನೆ ಜಾರಿಗೊಳಿಸಿದರು. ಆ ಪ್ರಧಾನಮಂತ್ರಿ ಆವಾಸ್ ಯೋಜನೆ ಜಾರಿಗೊಳಿಸಿ ಕೇರಳಕ್ಕೆ 2,60,000 ಮನೆಗಳನ್ನು ಕೂಡ ಮೀಸಲಾಗಿತ್ತು. ಆದರೆ ಜತೆಗೆಟ್ಟಂತಹ ಕೇರಳ ಸರ್ಕಾರ ಲೈಫ್ ಮಿಷನ್ ಅಂತ ಹೇಳುವಂತಹ ಹೆಸರಿನಲ್ಲಿ ಆ ಒಂದು ಹೆಸರಿನಲ್ಲಿ ಅರ್ಜಿ ಹಾಕಿದವರಿಗೆ ಮೊದಲ ಆದ್ಯತೆ ಕೊಟ್ಟು ತದನಂತರ ಸೆಲ್ಫ್ ಸರ್ವೆ ಮಾಡಿದವರಿಗೆ ಮಾತ್ರ ಈ ಒಂದು ಮನೆಯನ್ನು ಮೀಸಲಾಗಿರಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದು ಒಂದು ಕಾನೂನನ್ನು ತಂದರು. ಈ ಕೇರಳ ಸರ್ಕಾರದಲ್ಲಿ ಲೈಫ್ ಮಿಷನ್ ಮೂಲಕ ಅರ್ಜಿ ಮಾಡಿದರೆ ಮಾತ್ರ ಯಾರಿಗೂ ಕೂಡ ಈ ಒಂದು ಮನೆಯ ಸೌಲಭ್ಯ ಸಿಗ್ತಾ ಇರುವಂಥದ್ದು. ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ബൽരാജ്, സെക്രട്ടറി പ്രമീള മച്ചൽ, അഡ്വക്കേറ്റ് രാജഗോപാലൻ, സവിത, എം സഞ്ജീവ ഷെട്ടി, എ വേലായുധൻ, പി രമേശ്, വീണ, എം ജനനി, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, വി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.